ഓ, ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാൻ വയ്യ. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാ. എന്നുവെച്ചാല് മറ്റേ താത്താനെ പോയി ഞാൻ കണ്ട് ഇന്നലെ സെക്കൻഡ് ഷോയ്ക്ക് പോയി കണ്ട്. എന്നിട്ട് വന്നപ്പോ ഒരു മണിയൊക്കെ ആവാറായി. അത് കാരണം പിന്നെ എനിക്ക് വീഡിയോ എടുത്തിടാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു, ഒരു ക്ഷമയൊന്നും ഇല്ലായിരുന്നു. ആകെ തല മരച്ച ഞാൻ ഇറങ്ങി വന്നു. ഉഫ്, എന്തിത്. ഞാൻ ഫാമിലി ആയിട്ടൊക്കെയാ പടത്തും കാണാൻ പോയി. അച്ഛനും അമ്മ പെങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ നോക്കുമ്പം കുറെ ആയപ്പോഴത്തേനും അച്ഛനൊക്കെ ഇങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. ഇടയ്ക്ക് നോക്കും, പിന്നെ ഫോൺ നോക്കിയിരിക്കും. ഇടയ്ക്ക് പുള്ളി പുറത്തൊക്കെ പോയിട്ട് തിരിച്ചൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. അതുപോലൊരു പടം ഏഹ്, ഇന്ത്യൻ മണ്ണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എനിക്കൊന്നും അത് അതിന്റെ കാര്യം, അത് ശങ്കർ ഒന്നുകൂടെ കാണേണ്ടതായിരുന്നു. പുള്ളി അത് കണ്ടില്ലെന്ന് തോന്നുന്നു. പുള്ളി അന്ന് കണ്ട് കണ്ടതായിരിക്കും. എന്നിട്ട് ഇത് രണ്ടാമത് എടുത്ത് വെക്കുമ്പോഴത്തേനും ഒരു ക്ലാസ് ഉണ്ടല്ലോ ഒരു പടത്തിന്. ഇത് എന്തെടുത്ത് വെച്ചാലും നമ്മളങ്ങ് കാണും എന്നുള്ളൊരു വിചാരമാണെങ്കിൽ അത് വേണ്ട, അതൊക്കെ പോയി. ഇപ്പം നല്ലതാണ് നമ്മൾ കാണും, അല്ലാതെ എന്ത് വാഴൊക്കെ എടുത്തു വെച്ചാലും നമ്മളത് ചുമന്നുകൊണ്ട് നടക്കുമെന്ന് തോന്നാം. ഇതൊരുമാതിരി മലയാളം പടമൊക്കെ കന്നഡയിട്ട് എടുത്തുകൊണ്ട് പോയിട്ട് കന്നഡ തെലുങ്കിലൊക്കെ നമ്മൾ റീമേക്ക് ചെയ്യും. അപ്പൊ അതുപോലൊരു പടം. ഇത് സ്പൂഫാ ഇത്. കം ബാക്ക് ഇന്ത്യൻ, ഗോ ബാക്ക് ഇന്ത്യൻ, ഒരു 5-6 പേര് അങ്ങോട്ടൊന്ന് പറയുമ്പം വിഷമിക്കുന്നു. പിന്നെ ഉടനെ അങ്ങോട്ട് ഹാഷ്ടാഗ് ഉണ്ടാക്കിയിടുന്നു, ആൾക്കാരെല്ലാം എതിർക്കുന്നു. യേശ്, പടത്തിലൊന്നും വേസ്റ്റ് പടം. ഒരു 2 മണിക്കൂർ കളഞ്ഞു തൊലച്ചാന്നല്ലാതെ. ഞാനൊരു പടമൊക്കെ കാണാൻ പോയിട്ട് വരുമ്പോഴത്തേനും എന്തേലൊക്കെ എൻ്റെ അടുത്ത് നല്ലതൊക്കെ കണ്ടുപിടിച്ച് പറയാനൊക്കെ ശ്രമിക്കുന്നത്. ഇത് തുടക്കമൊക്കെ കണ്ടോണ്ടിരുന്നപ്പോഴത്തേനും ഞാൻ ഓർത്ത് ഇങ്ങനെ നല്ലതായിരിക്കും, നന്നാവും. പുതിയ പുതിയ ജനറേഷനിലാണല്ലോ താത്ത വരുന്നത്. അപ്പൊ അതിൻ്റെതായുള്ള കാര്യങ്ങളും ഇതൊക്കെ ആയിരിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുക. അന്നേരം ഇത് പടുകുഴിന്ന് പിന്നെയും കുഴിയിലോട്ട് പോകുന്ന രീതിയിലാണ് പടം. ഇതിന്റെ ഒരുമാതിരി ഒരു ഇൻട്രോ സോങ്ങും ഒരു ഇൻട്രോയും എന്ത് ഇത് ഇന്ന് എന്ത് എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ കണ്ടോണ്ടിരുന്നത്. ശങ്കർ തന്നെ ചെയ്തതാണോ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു. ഐ എന്തിരനൊക്കെ ചെയ്ത പുള്ളിയാണോ ഈ പടം, എന്തിരനൊക്കെ ചെയ്ത ആളാണോ ഈ പടം ചെയ്തതെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു എനിക്കൊന്നും പറയാനിട്ടില്ല. ഇത് എക്സ്പെക്ട് ചെയ്തിരുന്നൊരു പടമാണ്. ഒരുമാതിരി ബീസ്റ്റ് വന്ന പോലെ ആയിപ്പോയി. ഇനി അത് പടം, അത് നമ്മളെ ഇങ്ങനെ ഈ ഒരു 2-3 2.5 മണിക്കൂർ ഇത് കാണിച്ചിട്ട് അവസാനം ഒരു ട്രെയിലർ കൂടെ ഇടും, ഇന്ത്യൻ 3 എന്ന് പറഞ്ഞുകൊണ്ട്. അതിൻ്റെ അകത്ത് കാജൽ അഗർവാൾ വരുന്നുണ്ട്. ഞാനിത് നേരത്തെ അറിഞ്ഞായിരുന്നു, കാജൽ അഗർവാൾ ഇങ്ങനെ അടുത്ത 3 വേണ്ടി ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യം അറിയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പം ടീച്ചർ കണ്ടപ്പോൾ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്, 3 വരുന്നുണ്ട് ഇതിന് 3. അപ്പൊ ഇതിങ്ങനെ ദുരന്തമായിരുന്നത് കൊണ്ട് ചിലപ്പം 3 ഒക്കെ എടുത്തു വെച്ചേക്കുക, 2025 ഇറക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുക. അത് കാണുമ്പോൾ സീനെല്ലാം എടുത്തു വെച്ചേക്കുക. മിക്കവാറും അതിന് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാരൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ ഞാൻ നന്നാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ പടം ആ ഇന്റർവെല്ലിനൊക്കെ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ കാണും. ഒരു പടം ഇവിടെ ചുമ്മാ കണ്ടോണ്ടിരിക്കാന്ന് പറയാൻ പോലും പറ്റിയല്ല. ഞാൻ സജസ്റ്റ് ചെയ്താൽ നിങ്ങൾ എന്നെ തെറി പറയും. അതുപോലൊരു പടം. മോശമാണ്, നമ്മൾ മോശമാണെന്ന് പറയണല്ലോ. ഇപ്പം പടം മോശമാണോ, എനിക്ക് മോശമായിട്ട് തോന്നി. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പടം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല പടത്തെ പറ്റി. പിന്നെ അനിരുദ്ധ് എന്ന് പറയുന്നൊരു ആളെ അടുത്ത് ഉള്ളതുകൊണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാട്ട് വരുമ്പോഴത്തേനും നമുക്കൊരു തലയൊന്ന് ആട്ടി ഇങ്ങനെ ഇരിക്കാനായിട്ട് തോന്നും. അത് ഞാനിങ്ങനെ പുള്ളിയുടെ പാട്ടൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുമ്പോഴത്തേനും ഇങ്ങനെ ഇടയ്ക്ക് തലയാട്ടമൊക്കെ ചെയ്യും. പക്ഷെ അത് ഇതിനകത്തായി പോയി, അതാ പറ്റിപ്പോയി. ഒരു പടം
അപ്പം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, എന്നിട്ട് വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പം ശരി. ഇത് തൊടാൻ നിൽക്കരുത് ഇങ്ങനത്തെ പടത്തിലൊന്നും. എന്തിനാ 2 ഒക്കെ എടുക്കാൻ പോയി വെറുതെ? ആ 1 വേണമെങ്കിൽ റീ റിലീസ് ചെയ്താൽ മതിയായിരുന്നു. അതാണല്ലോ നടക്കുന്നത്. പിന്നെ 2 കാണാൻ പോയത് കൊണ്ട് ദേവദൂതന്റെ ട്രെയിലർ തിയേറ്ററിൽ കാണാൻ പറ്റും. അടിപൊളി 4K സാധനം. അതൊന്ന് കാണാൻ പോകണം. കണ്ട പടമാണ്, എന്നാലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ഒന്നുണ്ട്, സമയമുണ്ടെങ്കിൽ കാണാൻ പോകാം. അത് കാണാൻ പറ്റി, അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. ട്രെയിലർ പൊളി സാധനം. ആ ഇനിയിപ്പം വോൾവറിൻ, ഡെഡ്പൂളൊക്കെ വരട്ടെ. അപ്പം ബൈ.